ഹലോ, വെൽക്കം ടു AJFam. പിന്നെ നമ്മുടെ ട്രിപ്പ് എങ്ങോട്ടാ അനീഷേട്ടാ? അബുദാബിയിലേക്കാണ്. അബുദാബിയിലെ അമ്പലം, പുതിയൊരു അമ്പലം. അപ്പൊ അങ്ങോട്ടേക്കാണ് ബാക്കി വഴിയെ കാണാം. വഴിയെ കാണാം. അപ്പം എല്ലാവരും സാരിയും ചുരിദാറും ഒക്കെ ഇട്ട് റെഡിയായി സെറ്റായി അമ്പലത്തിൽ പോകാൻ ഇറങ്ങി. അപ്പം നമുക്ക് വരുന്ന വഴി നമുക്ക് കൂടുതൽ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഒക്കെ അനീഷേട്ടൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. സോ നമുക്ക് ഇറങ്ങിയാലോ? അപ്പോൾ അനീഷേട്ടൻ പറഞ്ഞത് നമ്മുടെ ഇവിടുത്തെ മീൻസ് UAE എമിറേറ്റ്സിലെ ഏറ്റവും വലുത് അബുദാബിയാണ്. സ്പേസ് വൈസും വലിയ ഒരു പ്ലേസ് അബുദാബി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് കൂടുതൽ അറിയില്ല. ഇവിടെ ആ ഒരു ടെമ്പിൾ സൺഡേ മാത്രമാണ് ഓപ്പൺ ആവുന്നത്. ഇവിടെ പുതിയതായിട്ട് അബുദാബിയിൽ വന്ന അമ്പലം രാവിലെ 9 till ഈവനിങ് 4 വരെ അമ്പലം ഓപ്പൺ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം അമ്പലം ഓപ്പൺ ആവുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. നമുക്ക് പോയിട്ട് കാണാം എന്തോരം ക്രൗഡഡ് ആണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പൊ നമ്മള് അബുദാബിയിൽ അമ്പലത്തിൽ പോവാൻ വേണ്ടി എല്ലാരും ഡ്രസ് ചെയ്ത് ഇറങ്ങിയതായിരുന്നു. പക്ഷെ എന്ത് പറ്റി? അതിപ്പോൾ ടെമ്പററി ക്ലോസ്ഡ് എന്നും പറഞ്ഞിട്ടാണ് ഇപ്പം നമ്മൾ ലൊക്കേഷൻ എടുക്കുമ്പോൾ കാണിക്കുന്നത്. അമ്പലത്തിലെ എൻട്രൻസ് അവിടെ പ്രൊഹിബിറ്റഡ് ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ വെതർ കാസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അബുദാബി, ഫുജറ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇന്നും നാളെയും മറ്റന്നാളും മഴ ആയിരിക്കുന്നു. മേ ബി അതായിരിക്കാം റീസൺ. ടെമ്പററി ക്ലോസ്ഡ് ആണ് ടെമ്പിള്. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഡെസ്റ്റിനേഷൻ വേറെ ഒന്ന് തിരിച്ചു വിട്ടു. ഇപ്പോൾ ഷാർജ എയർപോർട്ട് റോഡിൽ നാഷണൽ പാർക്ക് എന്നൊരു പാർക്ക് കണ്ടപ്പോൾ പിള്ളേർക്ക് അവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞ് അങ്ങനെ ജസ്റ്റ് ഞങ്ങൾ ഇവിടെ എല്ലാവരും ഇവിടെ ഇറങ്ങി. പിള്ളേർ അവിടെ കളിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് നല്ല വ്യൂ ആണ്. ഒരു ഗാർഡനും പാർക്കും ഒക്കെ കൂടി വരുന്ന ഒരു സ്ഥലമാണ്. സോ അപ്പം നമ്മുടെ ഈ ഡ്രസ്സും എല്ലാം കൊളായി. കുട്ടീസ് അവിടെ കളിക്കുന്നുണ്ട്. ഇവിടെ അടിപൊളി ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഫൗണ്ടെയിനും പിന്നെ ഗാർഡൻ, കുറേ അടിപൊളി ഫ്ലവേഴ്സും, അതിൻ്റെ സൈഡിൽ ഹൈവേയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ. പിന്നെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് പോലെ ഒക്കെ ഉള്ളതാണ്. നമുക്ക് ഇവിടെ പൂക്കൾ കാണാൻ പോവാം. ഹലോ, അപ്പം നമ്മൾ വന്ന വഴിക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ദുബായ് ആണെന്ന് തോന്നുന്നു. എവിടേക്കാണെന്ന് എനിക്ക് എക്സാക്ട്ലി അറിയില്ല. എല്ലാം പ്ലാൻ ചെയ്തത് അനീഷേട്ടനാണ്. ഇവിടെ പാർക്കിൽ നീ കളിച്ചോ? പാർക്കിൽ കളിച്ചപ്പോൾ ഒരു മണ്ണിൻ്റെ അടിയിൽ എനിക്കൊരു JCB കിട്ടിയായിരുന്നു. അപ്പം ഞാൻ അറിയാതെ ഇത് പൊട്ടിച്ചു പോയി. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി. ഐസ്ക്രീം കോണോ പൈററ്റ് ക്രാഷ് ഇങ്ങനെ അമ്മയുടെ ഡ്രസ്സൊക്കെ ക്യാരി ചെയ്ത് ഇങ്ങനെ നടക്കുവാണ്. അമ്മ രാവിലെ അമ്പലത്തിൽ പോകാൻ സാരി കൊടുത്ത് സെറ്റായി വന്നതാണ്. പക്ഷേ ചീറ്റിപ്പോയി. ഞാനും ആദ്യമായിട്ടാണ് ട്രാവലിൽ നിന്ന് കയറുന്നത്. അപ്പോൾ അത് താങ്ക്സ് ടു ഷൈൻ. ഷൈൻ ചേട്ടനാണ് നമ്മുടെ ഈ ട്രിപ്പ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഓക്കെ, ജെറിൻ ചേട്ടൻ.
ചേട്ടൻ നമ്മുടെ വീഡിയോസിലൊക്കെ സ്ഥിരമായിട്ട് വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്. ചേട്ടനാണ് ഈ ട്രിപ്പ് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഷൈൻ ചേട്ടൻ്റെ അളിയൻ. നമ്മളിവിടെ പോകുന്നത് ട്രാമ്പ് കയറാൻ പോകണം. മിനിയമ്മയും അമ്മയും. ട്രാമ്പ് എന്തുവാ? ഓൺ റോഡിലൂടെ പോകുന്ന ട്രെയിൻ. നമ്മുടെ ചേച്ചി ഡ്രസ്സൊക്കെ മാറി സെറ്റായി. ട്രാം എക്സൈറ്റഡ് ആണോ പോവാൻ? വെരി എക്സൈറ്റഡ്. അങ്ങനെ ഫൈനലി നമ്മൾ ട്രാമ്പ് കയറി അറ്റ്ലാന്റിസ് റീച്ച് ചെയ്തു. നമ്മൾ ഷൈൻ ചേട്ടനും ജെറിൻഷ ചേട്ടനുമായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ട്രാമ്പ് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. അതിന് പേടിയൊക്കെ ആവും, പക്ഷെ അതിനകത്തോടെ കാണുന്ന വ്യൂസ് ഓസം. വീഡിയോയിൽ സംസാരിക്കും. സംസാരിക്കുന്നില്ല ഈ ചേട്ടൻ വീഡിയോയില്. ഞാൻ എന്താ സംസാരിക്കുന്നത്? എന്തിനു പറയടാ. ഇത് നമ്മുടെ അറ്റ്ലാന്റിസിൻ്റെ പഴയ ബിൽഡിങ്ങിലെ അക്വാറിയമാണ്. നമുക്ക് ഷൈൻ ചേട്ടനും ജെറിൻഷ ചേട്ടനും ഹെൽപ്പ് ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വരാൻ പറ്റിയത്.
ആക്ടിവിറ്റീസ് മുഴുവൻ അകത്ത് ചുറ്റിക്കറങ്ങി. പിന്നെ പുറത്തേക്ക് ഗാർഡനിലേക്ക് വന്നു. പിന്നെ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഷൈൻ ചേട്ടനെയും ചെറിൻഷ ചേട്ടനെയൊക്കെ മീറ്റ് ചെയ്യുന്നത്. സോ ഞങ്ങൾ ആകെയും ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്, ഓക്കെ ആണ്. ഹലോ, നമ്മളിപ്പോൾ നമ്മുടെ പാം ജുമേറയുടെ ക്രിസൻ സൈഡിലാണുള്ളത്. സബിൽ സറായിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണുള്ളത്. ഇവിടെ നിന്ന് നോക്കുമ്പോഴേക്കും നമുക്ക് വലിയ ടോൾ ബിൽഡിങ്സും, ഇവിടെ ഒരു ബീച്ച് ഏരിയ ആണ്, ഇവിടെ ടോൾ ബിൽഡിങ്സും വലിയൊരു ക്രൂസും, പിന്നെ അതുപോലെ തന്നെ ഒരു ജൈൻറ്റ് വീൽ, ലോകത്തിലെ തന്നെ വലിയ ജൈൻറ്റ് വീലാണ്. അബൌട്ട് 250 മീറ്റർ വിട്ടിലുള്ളതാണ്. ഇവിടെ നിന്നാണ് സ്കൈ ഡൈവിങ് ചെയ്യുന്നത്, ബോട്ടിങ്, ക്രൂസ് എല്ലാം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദുബായ് കറക്കമൊക്കെ കഴിഞ്ഞു. ഞങ്ങളിപ്പം ഷാർജയിൽ ഒരാളെ മീറ്റ് ചെയ്യാനായിട്ട് വന്നതാണ്. ആളാരാന്നൊക്കെ ഉള്ളത് അകത്തുനിന്ന് പറയാം. അപ്പം ഞങ്ങൾ വന്നിട്ട് ഒരു കാലിക്കറ്റ് പാരഗൺ റെസ്റ്റോറൻറ്റിൽ ആൾ അകത്തുണ്ട്. ആളെന്ന് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കണ്ടിട്ട് ആളെ നമുക്ക് അകത്ത് പോയി കാണാം. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ ആള്, നമ്മളെ കാണാൻ ഫെമി ചേച്ചി. ഞാൻ 2014 മുതൽ കേൾക്കുന്നൊരു പേരാണ്, പക്ഷെ ഇതുവരെയ്ക്കും കണ്ടിട്ടില്ല. ചൊച്ചൻ്റെ ക്ലോസ് ആൻഡ് ബെസ്റ്റ് ഫ്രണ്ടാണ് ഫെമി ചേച്ചി. ഞാനും അഞ്ചു ആദ്യമായിട്ടാണ് കാണുന്നത്, ഒത്തിരി നാളിന് ശേഷം. ഓക്കെ, നമ്മുടെ ആരൻ ഇവിടെ ഉണ്ട്. എവിടെ നമ്മൾ വന്നിരിക്കുന്നത്? റെസ്റ്റോറന്റ്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിലാണ് ഉള്ളത്. ബിച്ചു, നമ്മൾ ആരെ മീറ്റ് ചെയ്യാനപ്പോൾ വന്നേ? ആരാ ഫെമി ആൻറ്റി? അച്ഛൻ്റെ അപ്പം ഞാൻ എപ്പോഴും ചൊച്ചയുടെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ ഫെമി ചേച്ചിയെ പറ്റി. ഇന്നാണ് കാണുന്നത്. ഞാനും അഞ്ചിന് ഒത്തിരി നാളിന് ശേഷം എന്നാണ് കാണാൻ പറ്റിയിരിക്കുന്നത്. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ദിച്ചു ബേബി ആയിരുന്നപ്പോഴത്തേക്ക് ഫെമി ആൻറ്റി അറിയത്തില്ലേ, വിളിച്ചിട്ട് പറയും. എപ്പോഴും ഫോൺ ചെയ്യുന്നതുകൊണ്ട് ദിച്ചുവിന് അറിയാം. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു, ഇതിനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. എന്താണ് ഓർഡർ ചെയ്തത്? മട്ടൻ ബിരിയാണി. ഓക്കെ, മട്ടൻ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഫെമി ചേച്ചി ഞങ്ങൾക്ക് വാലന്റൈൻസ് ഡേ പോലെയാണ് ടേബിൾ സെറ്റ് ചെയ്ത് തന്നു. ഇപ്പൊ ദേ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ചിക്കൻ സ്റ്റൂ, കപ്പ, പപ്പടം, സാലഡ്, ചട്നി, പിക്കിൾ, ഫ്രൈഡ് റൈസ്, മട്ടൻ ബിരിയാണി, പിന്നെ സോസ്, എന്തുവാ, മീൻ കറി, ഗോബി മഞ്ചൂരിയൻ, പിന്നെയും കപ്പ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് കാണാം. ഫ്രൈഡ് ഗൈസ്, ഞങ്ങൾ അങ്ങനെ കഴിച്ച് തീർന്ന്. ഇനി ഡെസേർട്ട് ടൈമാണ്. ഐസ്ക്രീം, അങ്ങനെ ജ്യൂസും അങ്ങനെ സ്റ്റഫാണ്. തീർന്ന് ഞാൻ എടുക്കുന്നുണ്ട്. അതിന്റെ പ്രൂഫാണ്, പ്രൂഫ്. ഗുഡ് ഗേൾ. എൻ്റെ ദിച്ചുമ്മ നന്നായിട്ട് ഷെയർ ചെയ്യും. ഒരു കൈ കൊണ്ട് ഒഴിക്കുന്ന, ഒരു കൈ കൊണ്ട് ഷെയ്ക്ക് ചെയ്ത് മിക്സ് ചെയ്യുന്നു. ഇങ്ങനെ ഇളക്കി, ഇങ്ങനെ റൗണ്ട് ആയിട്ട് യു ഹാവ് ടു ഷെയർ വിത്ത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു. നമുക്ക് ഇന്ന് ഡിന്നർ, ഫെമി ചേച്ചി നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്തു, ഞങ്ങൾക്ക് ഡിന്നർ തന്നു. നല്ല അടിപൊളി ഡിന്നറായിരുന്നു അല്ലേ? ഡിന്നർ സൂപ്പർ ഉണ്ടായിരുന്നു ചേച്ചി. ഡിന്നർ കപ്പയും മീൻകറിയും ഫ്രൈഡ് റൈസും മട്ടൻ ബിരിയാണിയും അപ്പവും സ്റ്റൂവും ഒക്കെ അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ ഡിന്നർ. അപ്പൊ നമുക്ക് ഇനി UK കാനഡയിലോ വെച്ച് കാണാം. അതൊന്നും വേണ്ട, ഇൻഷാല്ലാ. അതെ.
അനുഷേട്ട നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത്? ഷാർജയിലെ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിലാണ്. അപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുവന്ന കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരൊരു ഷോപ്പ് പറഞ്ഞു. അപ്പോൾ ഞാൻ നെസ്റ്റോ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കയറിയപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് അവർ എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഇവിടെ ഓഫേഴ്സ് ഒക്കെ ഉണ്ടാവാറുണ്ടോ? കാര്യങ്ങളൊക്കെ ഇവിടെ ഇടാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്.